ഹായ്, ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ ഞാനിവിടെ എറണാകുളത്താണ്. എറണാകുളത്ത് വന്നതിന് രണ്ട് ഉദ്ദേശം ഉണ്ടായിരുന്നു. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പേപ്പർ സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. ആളുടെ പേര് ഷാഹിന നൗഷാദ് എന്നാണ്. ഒരു ഉമ്മച്ചിക്കുട്ടിയാണ്, ഒരു സുന്ദരിയായിട്ടുള്ള ഉമ്മച്ചിക്കുട്ടി. പക്ഷേ അവളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവളുടെ മുഖത്തേക്കാൾ ഉപരി അവളുടെ മനസ്സിനാണ്. അപ്പോൾ ഇവളെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് 2013 ടൈമിലാണ്. അതായത് എൻ്റെ കോളേജിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ടൈമിലൊക്കെയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുന്നത്, ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ ആദ്യമായിട്ട് ഞങ്ങൾ പരിചയപ്പെടുമ്പോൾ ഞങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊക്കെയോ ജന്മങ്ങളിൽ നമുക്ക് അറിയാം, വളരെ ഡീപ്പായിട്ട് അറിയാം എന്നാണ് നമുക്ക് ആ ഒരു ഫീലാണ് ആദ്യമായിട്ട് കാണുമ്പോൾ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു അത് സത്യമാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരേപോലെ ആയിരിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ചിലപ്പം ഒരുപാട് വിഷമഘട്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം അങ്ങനെയുള്ള വിഷമഘട്ടങ്ങളിൽ നമുക്ക് ഒരുപാട് ദുഃഖമുള്ള സമയങ്ങളിലും നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ നിൽക്കുന്ന സമയത്തൊക്കെ ഞാനില്ലേ നിൻ്റെ കൂടെ, പിന്നെ എന്തിനാ പേടിക്കുന്നേ, നമുക്ക് ഒരുമിച്ച് നേരിടാം, ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും എന്ന് പറയാൻ, ലിറ്ററലി അങ്ങനെ പറഞ്ഞ് നമ്മുടെ കൂടെ നിൽക്കാൻ, നമ്മുടെ ഏത് പ്രതിസന്ധിയിലും നമുക്ക് താങ്ങായിട്ട് ഒപ്പം നിൽക്കാൻ, ഒരു പുഞ്ചിരി എപ്പോഴും നമുക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കാൻ കഴിയുന്ന ഒരാൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഏത് പ്രതിസന്ധിയും എത്ര വലിയ പ്രോബ്ലം ആണെങ്കിലും എത്ര വലിയ ദുരിതമാണെങ്കിലും നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഊർജ്ജമായിരിക്കും ആ പറയുന്ന ആളും പറയുന്ന ആ വാക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഈശ്വരൻ എനിക്ക് സമ്മാനിച്ചിരിക്കുന്ന ഒരു നിധിയിലൊന്നാണ് എൻ്റെ ഷാഹിന എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പം എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിൻ്റെ ഒരു സാഹചര്യം വേണ്ടി വന്നു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇവളുടെ കയ്യിൽ ആകെ ഉണ്ടാകുന്ന ചിലപ്പോൾ അവിടുന്ന് ഒക്കെ ഇങ്ങനെ പെറുക്കി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ചിലപ്പോൾ അങ്ങേറ്റം ഒരു 500 രൂപയായിരിക്കാം. അപ്പോൾ അത് 500 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും 40 രൂപയാണെങ്കിലും ഇനി നേരെ മറിച്ച് ഒരു കോടിക്കണക്കിന് രൂപയാണെങ്കിലും അതിനൊക്കെ ഒരു മൂല്യമുണ്ടല്ലേ. അപ്പോൾ അത് ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളൊക്കെ ഒരാളൊരു കാര്യം ചെയ്തു തരുമ്പോൾ അതിന് ആ മൂല്യത്തിന് ഇരട്ടി മധുരവും ഇരട്ടി മൂല്യമായിരിക്കും ഉണ്ടാവും, അല്ലെങ്കിൽ ഇരട്ടി വിലയാണ് അതിനുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ചിലപ്പോൾ ആവശ്യമുള്ള ചിലപ്പോൾ ഒരു വലിയൊരു എമൗണ്ടിൻ്റെ ആയിരിക്കും. പക്ഷേ ഇത് എൻ്റെ കയ്യിലുള്ളൂ, ഇത് നീ ഇപ്പോൾ വെച്ചോളൂ, ബാക്കി ഞാൻ എവിടെ നിന്നെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്ത് തരാം എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ ആളുടെ ആവശ്യം പോലും നോക്കാതെ, അല്ലെങ്കിൽ ആൾക്ക് മറ്റേതെന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് പോലും നോക്കാതെ അത് നമുക്ക് അയച്ചു തരും, അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തരും. ചില ആൾക്കാർ നമുക്ക് റെഗുലർലി കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമുക്കറിയാം അവർ നമ്മളുടെ കൂടെ എപ്പോഴും സന്തത സഹചാരിയായിട്ട് കൂടെ ഉണ്ടാവും. അതൊരു ഇമോഷനാണ്. ആ ഇമോഷനെ നമ്മൾ എത്രമാത്രം നമ്മളതിനെ വിലമതിക്കുന്നതനുസരിച്ച് അതിൻ്റെ മൂല്യം കൂടിക്കൊണ്ടേയിരിക്കും. എന്നെ സംബന്ധിച്ച് എൻ്റെ ഷാഹിന എന്ന് പറയുന്നത് എനിക്ക് വളരെ വളരെ പ്രിയപ്പെട്ടതും വളരെ വളരെ വേണ്ടപ്പെട്ടതും ഏറ്റവും മനോഹരമായിട്ട് ഞാൻ കൂടെ കൊണ്ട് നടക്കുന്നതുമായിട്ടുള്ള ഒരു റിലേഷനാണ്. അപ്പോൾ അത് എനിക്ക് എൻ്റെ ഫ്രണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഫ്രണ്ട് മാത്രമല്ല, എന്നാൽ എൻ്റെ കൂടപ്പിറപ്പാണെന്ന് ചോദിച്ചാൽ വെറും കൂടപ്പിറപ്പ് മാത്രമല്ല, എൻ്റെ ഈവൻ ലവറാണെന്ന് ചോദിച്ചാൽ ലവർ മാത്രമല്ല. അങ്ങനെ ചില ബന്ധങ്ങളെ നമുക്ക് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കോളത്തിനകത്ത് കൊണ്ടിടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇന്നൊരു കാറ്റഗറിയിൽ മാത്രം ഒതുക്കാൻ സാധിക്കില്ല. എല്ലാമാണെന്ന് നമ്മൾ പറയാറില്ലേ, അങ്ങനെയുള്ള അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള, എന്ന് വെച്ചാൽ എല്ലാവരും നമുക്ക് അങ്ങനെ ഒരു ഇതിനകത്ത് കോളത്തിൽ കൊണ്ട് നിർത്താൻ കഴിയില്ല. ഓരോരുത്തർക്കും ഓരോ സ്ഥാനവും ഓരോരുത്തർക്കും ഓരോ ഇതുമൊക്കെ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ ചിലർക്ക് മാത്രം ആ കോളങ്ങളിലെല്ലാം കടന്ന് ആ കോളങ്ങളിലെല്ലാം വിരാജിച്ച് നിൽക്കാൻ കഴിയും. അപ്പം അങ്ങനെ ഒരാളാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഷാഹിന. അപ്പോൾ ആളിപ്പം ഇവിടെ ഹൈക്കോർട്ടിൽ ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്ന ലോയറാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൈൻഡ് ഹാർട്ട് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇങ്ങനെ പല ആൾക്കാരെയും അവൾക്ക് വേണ്ടപ്പെട്ടതെന്ന് ഒക്കെ കരുതുന്ന പല ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതുപോലെ തൻ്റെ സ്വന്തം കയ്യിലില്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലുമൊക്കെ മറിച്ചാണെങ്കിലും മറ്റ് സുഹൃത്തുക്കളിൽ നിന്നൊക്കെ മറിച്ചാണെങ്കിലും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ആളെന്ത് ചെയ്തു, ഒരു വലിയൊരു കടക്കാരിയായിട്ട് നിലനിൽക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇവളിപ്പം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം വർക്ക് ചെയ്ത് അതിനകത്തുനിന്ന് ഇങ്ങനെ ക്യാഷൊക്കെ അയച്ച് കൊടുത്ത് എല്ലാം സെറ്റിൽ ആയതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്ര നല്ല എന്ന് വെച്ചാൽ ആളൊരു ഫൂളിഷ് ആയിട്ടുള്ള വ്യക്തിയൊന്നുമല്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. വളരെ സോഫ്റ്റ് ഹാർഡ് ആൻഡ് കൈൻഡ് ഹാർഡ് ആണെന്നുള്ളത് മാത്രം. അപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ മോസ്റ്റ്ലി റെയറാണ്. സോ റെയറായിട്ടുള്ള ആൾക്കാർ വാല്യുബിളും ആയിരിക്കും. അപ്പോൾ ഞാൻ
ഇന്ന് കാണാൻ പോകുന്നത് എൻ്റെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള എൻ്റെ ഒരു ജമുനയാണ്, എൻ്റെ ഷാഹിനയാണ്. അപ്പോൾ ഇന്നൊരു ഹിയറിംഗ് ഉണ്ട് ആൾക്ക് കോടതിയിൽ. അപ്പം അത് കഴിഞ്ഞ ഒരു സമയത്തേക്ക് അവിടെ ചെല്ലാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞാനിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ല. ഈ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ സർപ്രൈസ് പൊളിയും. പക്ഷേ എങ്കിൽ പോലും നമുക്ക് എന്തായാലും പോയി കാണാമായിരുന്നു. ഓക്കെ, ഇത് ശരിക്കും ഒരു അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പാണ് എന്നെ സംബന്ധിച്ച്. എൻ്റെ നേരത്തെ വർക്ക് കഴിഞ്ഞതുകൊണ്ടാണ് എനിക്ക് പിന്നുള്ള കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടെങ്കിലും ഒന്നും വാങ്ങാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറേ നടന്നിട്ട് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് അവർക്ക് വേണ്ടി കാത്തിരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും ആൾ വരട്ടെ. ഗൈസ്, ഞാനങ്ങനെ ഇപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അവളുടെ കേസ് നമ്പർ ആയിട്ടില്ല, 526 23 എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ആൾക്ക് വേണ്ടിയിട്ട്. ഇറങ്ങി വരട്ടെ, ഇവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ അവളെത്തിപ്പോയി. ആ വരുന്നതാണ് നമ്മുടെ സുന്ദരിക്കുട്ടി ഷാഹിന. അപ്പോൾ ഞാൻ ഓൾറെഡി അയച്ച മെസ്സേജ് അവൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്ന വിവരം അവൾ അറിഞ്ഞു. അപ്പോൾ എന്തായാലും വരുന്നുണ്ട്. ഇതാണ് എൻ്റെ ഷാഹിന. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള പോക്കാണ്. എങ്ങോട്ടോ എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നോക്കാം എങ്ങോട്ടാണ്. ജാടാന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ജാടയാണേ. സ്വന്തം വണ്ടി വെച്ചത് എവിടെയാണെന്ന് അറിയാൻ മേലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ ഇട്ട് നടത്തുക. ഇന്നെങ്ങാനും കിട്ടുമോ? നടന്നു പോവാ. ഇത്രേ ഇരിക്കുന്ന വണ്ടിക്കകത്തുനിന്ന് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയാൻ മേല. ഒരാൾ വണ്ടി തപ്പി അങ്ങങ്ങാണ്ട് പോയിട്ടുണ്ട്. എപ്പോൾ കിട്ടുമെന്നറിയില്ല. വരുന്നുണ്ടേ, വണ്ടി തപ്പി വരുന്നുണ്ടേ. ഓ, കണ്ടെത്തിയെന്ന് തോന്നുന്നു. കണ്ടെത്തി. അങ്ങനെ ഞങ്ങളിപ്പോൾ കുറേ നേരമായിട്ട് ഇതിൽ ചുറ്റി അറിച്ച് കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾ ഭയങ്കര ബിസിയാണ്, കേസാണ്. കുറേ നേരമായി, ഒരു രാവിലെ വന്നതാണ്, ഇപ്പോൾ വൈകുന്നേരമായി. ഹൈക്കോടതിന് പോകാൻ വേണ്ടിയുള്ള പരിപാടികളിലാട്ടോ. ഞാൻ ഇടയ്ക്ക് ഫുഡ് കഴിച്ചു. ഞങ്ങൾ പിന്നെന്താ ജ്യൂസ് കുടിച്ചു, ഷേക്ക് കുടിച്ചു. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ ഞാനിപ്പോൾ റൂമിലോട്ട് പോവുകയാണ്. ഒത്തിരി നാളെ അവളെ കണ്ടിട്ടെന്നുള്ള ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് നമ്മുടെ എപ്പോഴും കൂടെയുള്ള ആളായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ബൈ. ഐ ലവ് യു ഷാന.